വചനമെടുത്ത് വായിച്ചതായിട്ട് ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 4-ാമത്തെ അധ്യായം 17-ാമത്തെ തിരുവചനത്തിൽ ഈശോ മിശിഹ തന്റെ പ്രസംഗ വേളകളിൽ, തന്റെ പരസ്യ ജീവിതത്തിന്റെ പ്രാരംഭ ഘട്ടങ്ങളിലൊക്കെ ഈ സിനഗോഗിൽ പ്രവേശിച്ച് പതിവ് പോലെ എഴുന്നേറ്റ് നിൽക്കുന്നു. യെശയ്യായുടെ പ്രവചനം അവൻ നൽകപ്പെട്ടു. അവൻ അതെടുത്തു വായിച്ചു. ഇപ്രകാരം അവൻ വായിച്ചു: കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കുവാനായിട്ട് അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. എന്നിട്ട് അവൻ പറഞ്ഞു: അന്ധനു കാഴ്ച, അടിച്ചമർത്തപ്പെട്ടവന് സ്വാതന്ത്ര്യം, ബന്ധിതരായവർക്ക് മോചനം, കർത്താവിന് സ്വീകാര്യമായ വത്സരം പ്രഖ്യാപിക്കാനായി അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്ത് അയച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോ മിശിഹായുടെ പ്രവർത്തനത്തിന്റെ ആകമാനമുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് കർത്താവിന് സ്വീകാര്യമായ വത്സരം, ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിക്കുവാനും മനുഷ്യനെ ദൈവ മക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് വളർത്തുവാനുമായിരുന്നു. സ്വർഗോന്മുഖരായി മനുഷ്യനെ വളർത്തുവാനായിട്ടായിരുന്നു. ദൈവത്തിന്റെ പാതയിൽ ദൈവം വിഭാവനം ചെയ്ത, ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ കുടുംബമെന്ന വിശുദ്ധ വിളിയിലേക്ക് ദൈവം ചേർത്ത് വെച്ചപ്പോൾ, ആ വിളിയിലൂടെ മനുഷ്യന് ദൈവം നൽകിയത്, പ്രിയപ്പെട്ട കുടുംബമേ, നീ എന്താണോ അതായി തീരുക എന്ന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഓർപ്പിച്ചത്. കുടുംബമാകുന്ന മേഖലയിൽ മനുഷ്യനെ ദൈവ മക്കൾക്കടുത്ത സ്വാതന്ത്ര്യത്തിലേക്ക് വളർത്തിയെടുക്കുമ്പോഴാണ് മനുഷ്യൻ ധാർമ്മികതയുള്ളവനാവുക. അധാർമികത എന്ന് പറയുന്നത് പാപത്തിന്റെ അടിമത്വമാണ്. എന്തും എല്ലാം സംഭവിക്കുന്നത് മനുഷ്യൻ പാപത്തിന്റെ അടിമയാകുമ്പോഴാണ്. അടിമയോ ഒരു കാലവും ഭവനത്തിൽ വസിക്കുന്നില്ല എന്ന് വചനത്തിലൂടെ കർത്താവ് നമ്മൾ പഠിപ്പിച്ചു. പുത്രനാകട്ടെ ഭവനത്തിൽ വസിക്കുന്നു, അവൻ ഭയമില്ലാത്തവനാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുടുംബ ജീവിതങ്ങളെ ദൈവം ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തം, അന്ധതയിൽ നിന്ന് കാഴ്ചയുള്ളവരായി മക്കൾ വളരണം. അടിച്ചമർത്തപ്പെട്ടവരിൽ നിന്ന് മോചിതരായി മക്കൾ വളരണം. ബന്ധിതരായ അവസ്ഥയിൽ നിന്ന് സ്വാതന്ത്ര്യമുള്ളവരായി മക്കൾ വളരണം. അഭിഷേകമുള്ളവരായി മക്കൾ വളരണം. എന്താണ് വാസ്തവത്തിൽ നമ്മുടെ കുടുംബത്തെ ബാധിച്ച അന്ധത? കുടുംബത്തെ ബാധിച്ച അന്ധത എന്താണെന്ന് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ഈശോ മിശിഹായുടെ പക്കലേക്ക് ഒരിക്കല് കുറെ മനുഷ്യര് ചെന്നിട്ട് പറഞ്ഞു: മോശ പറഞ്ഞിട്ടുണ്ടല്ലോ വിവാഹമോചനം നടത്താമെന്ന്. നീ വിവാഹമോചനത്തെ കുറിച്ച് എന്താണ് പറയുക? ഭാര്യ ഒരുത്തരെ ഉപേക്ഷിച്ചു പോയി കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ചില ചോദ്യങ്ങൾ കർത്താവിനോട് ചോദിച്ചുകൊണ്ട് വിവാഹമോചനം സാധ്യമാണോ എന്ന് കർത്താവിനോട് ചോദിക്കുമ്പോ, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്തരുത് എന്ന് നല്ല കൽപ്പന ഈശോ മിശിഹ മനുഷ്യന് നൽകിയപ്പോൾ, അതിനു മുമ്പായിട്ട് അവൾ ഇപ്രകാരം കൂട്ടിച്ചേർത്തു: ആരംഭത്തിൽ ഇങ്ങനെയല്ലായിരുന്നു. കുടുംബജീവിതം അതിന്റെ ആരംഭങ്ങളിൽ ഇങ്ങനെയല്ലായിരുന്നു. കുടുംബജീവിതം അതിന്റെ ആരംഭത്തിൽ എന്തായിരുന്നു? വിശുദ്ധമായിരുന്നു കുടുംബജീവിതം എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ഈ പ്രാരംഭത്തിലെ വിശുദ്ധി കുടുംബജീവിതത്തിന് നഷ്ടപ്പെട്ടതിന്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിൽ അന്ധതയേറെ വളർന്നു. എവിടെയാണ് കുടുംബജീവിതത്തിൽ അന്ധത വളർന്നത്? ഇന്നലത്തെ പ്രഭാഷണത്തിലും ഇന്ന് രാവിലെയുള്ള പ്രഭാഷണത്തിലും ഒക്കെ കുടുംബത്തെ കുറിച്ച് നമ്മൾ കേൾക്കുകയുണ്ടായി. കുടുംബജീവിതത്തിലെ അന്ധതകളെ കുറിച്ച് കേൾക്കുകയുണ്ടായി. ഏതാനും ചില കാര്യങ്ങൾ ഞാനൊന്ന് സൂചിപ്പിക്കുകയാണ്. നമ്മുടെ കുടുംബജീവിതങ്ങളെ ബാധിച്ചിരിക്കുന്ന ഈ അന്ധത എന്ന് പറയുന്നത് പാപത്തിന്റെ അടിമത്തം തന്നെയാണ്. എന്താണ് കുടുംബജീവിതങ്ങളെ സാരമായി ബാധിച്ചിരിക്കുന്ന പാപത്തിന്റെ അടിമത്തം? കുടുംബജീവിതങ്ങളെ സാരമായി ബാധിച്ചിരിക്കുന്ന പാപത്തിന്റെ അടിമത്തം എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, നമ്മൾ അറിയാതെ നമ്മൾ ഇന്ന് ഈ ലോകത്തിന്റെ അടിമകളായി പൊക്കൊണ്ടിരിക്കുകയാണ്. യാക്കോബിന്റെ ലേഖനത്തിൽ ഇപ്രകാരം ദൈവം നമ്മളെ ഓർപ്പിച്ചു: ലോകത്തിന്റെ മൈത്രി തേടുന്നവൻ ദൈവത്തിന്റെ ശത്രുവാവുകയാണ്. നീ ഈ ലോകത്തോട് മൈത്രിയാകുമ്പോൾ നീ ദൈവത്തോട് ശത്രുതയുള്ളവനായി തീരുകയാണ്. എന്താണ് ഈ ലോകത്തോടുള്ള മൈത്രി? പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തോടുള്ള മൈത്രി എന്ന് പറയുന്നത് ലോകത്തോടുള്ള സ്നേഹത്തിന്റെ ഭ്രമത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നാം വലിച്ചുവാരി കൂട്ടിവെക്കുകയാണ്.
മനുഷ്യനെ അന്ധനാക്കുന്ന, അവന്റെ കണ്ണുകളുടെ കാഴ്ച കളയുന്ന, കുടുംബത്തെ അന്ധമാക്കുന്ന അധാർമികത ആരംഭിക്കുന്നത് മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ അവൻ ആവശ്യമില്ലാത്തതെല്ലാം വലിച്ചു കൂട്ടി അവന്റെ വീട്ടിൽ കൊണ്ടുവെക്കുന്നു എന്നുള്ളതിലാണ്. നമ്മുടെയൊക്കെ വീടുകളിലേക്ക് തിരിച്ചു ചെന്നിട്ട് അവിടെ ഇരിക്കുന്ന വസ്തുവകകളെ ഒന്നെടുത്ത് ആവശ്യമെന്നും അത്യാവശ്യമെന്നും അനാവശ്യമെന്നും ഒന്ന് തരംതിരിച്ചാൽ ഏതായിരിക്കും കൂടുതൽ ഉണ്ടാവുക? ആവശ്യത്തിൽ കൂടുതൽ വസ്ത്രങ്ങൾ, ആവശ്യത്തിൽ കൂടുതൽ പാദരക്ഷകൾ, ആവശ്യത്തിൽ കൂടുതൽ ടെലഫോണുകൾ, ആവശ്യത്തിൽ കൂടുതൽ വസ്തുവകകൾ മുഴുവനും തിക്കി നിറച്ചു വെച്ചിരിക്കുകയാണ് പലപ്പോഴും നമ്മുടെ ജീവിതങ്ങളില്. മനുഷ്യൻ എവിടെ ലോകത്തിന്റെ അടിമയായി തീരുന്നുവോ, മനുഷ്യൻ എവിടെ വസ്തുക്കളുടെ അടിമയായി തീരുന്നുവോ, മനുഷ്യൻ എവിടെ ലൗകികതയുടെ അടിമയായി തീരുന്നുവോ, അവിടെ അവന് നഷ്ടപ്പെടുന്നത് കണ്ണുകളുടെ കാഴ്ചയാണ്. തെളിവോടുകൂടെ കാണുവാനായിട്ട്, സത്യമായത് കാണുവാനായിട്ട്, ദൈവത്തെ കാണുവാനായിട്ട് മനുഷ്യൻ പരാജയപ്പെടുകയാണ്. വസ്തുക്കൾ തിങ്ങിക്കൂടുമ്പോൾ, വസ്തുക്കളുടെ മേലുള്ള അമിതമായ ഭ്രമം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നോമ്പ് കാലത്ത് കുടുംബജീവിതത്തെ ധാർമ്മികതയിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ, സമൂഹത്തിന്റെ ധാർമ്മികതയ്ക്ക് കുടുംബജീവിതം ഭാഗമാക്കാകണമെന്നുണ്ടെങ്കിൽ, കുടുംബത്തിലെ അനാവശ്യ വസ്തുവകളുള്ള ഭ്രമം നമ്മുടെ ഉള്ളിൽ നിന്ന് നീക്കിക്കളയുവാനായിട്ട് സാധിക്കണം. നമ്മൾ ധ്യാനത്തിന് പോകുന്നുണ്ട്, പ്രാർത്ഥനയ്ക്ക് പോകുന്നുണ്ട്, കൺവെൻഷനുകൾക്ക് പോകുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഉള്ളില് ഈ വസ്തുവകകളോടുള്ള ആസക്തി തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ്. വസ്ത്രങ്ങളുടെ കാര്യത്തിൽ, ആഭരണങ്ങളുടെ കാര്യത്തിൽ, പാദരക്ഷകളുടെ കാര്യത്തിൽ, വീട് പണികളുടെ കാര്യത്തിൽ, എന്തിനേറെ സകല സ്ഥലങ്ങളിലും നമ്മളെ ഈ ആഡംബര ഭ്രമം കയറി പിടികൂടിയിരിക്കുകയാണ്. ഇറച്ചിയും മീനും മാറ്റിവെച്ച് നോമ്പ് നോക്കുന്ന ഒരു പതിവ് നമുക്കുണ്ട്. ഇറച്ചിയും മീനും മാറ്റിവെച്ച് കഴിയുമ്പോൾ ദൈവത്തെ പ്രീതിപ്പെടുത്തി എന്തൊക്കെയോ ചെയ്തു എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. ഇറച്ചിയും മീനും മാറ്റിവെച്ചിട്ടും നിന്റെ ആഡംബര ഭ്രമങ്ങൾ നീ മാറ്റിവെക്കുന്നില്ലെങ്കിൽ, ലാളിത്യത്തിന്റെ പാതയിലേക്ക് വരുന്നില്ലെങ്കിൽ, ധാർമ്മികതയിൽ പ്രിയപ്പെട്ടവരെ വിശുദ്ധമായി കാണുന്നതിൽ ധാരാളം തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇപ്രകാരമുള്ള ഈ ഒരു അന്ധതയിൽ നിന്നാണ് മനുഷ്യന്റെ ഉള്ളിലേക്ക് ജഡികാസക്തികൾ കടന്നുകൂടുന്നത്. ഈ അന്ധതയിലേക്ക് മനുഷ്യൻ പ്രവേശിച്ചു കഴിയുമ്പോൾ, തൃപ്തിയില്ലാത്തവനായി മനുഷ്യൻ ജീവിച്ചു കഴിയുമ്പോൾ, വീണ്ടും വീണ്ടും വേണമെന്നുള്ള ആഗ്രഹം മനുഷ്യനുണ്ടായി കഴിയുമ്പോൾ, ഏത് ആഗ്രഹങ്ങളും നടപ്പിൽ വരുത്തിയിട്ട് വീണ്ടും ആഗ്രഹങ്ങൾ മിച്ചം നിൽക്കുമ്പോൾ, അത് സാധിക്കുവാനായിട്ട് ജഡമോഹങ്ങളിലേക്ക്, മദ്യാസക്തികളിലേക്കൊക്കെ മനുഷ്യനിങ്ങനെ ഊർന്നു പൊക്കൊണ്ടിരിക്കുകയാണ്. കുടുംബജീവിതത്തിലെ ലൈംഗിക അരാജകത്വങ്ങളിലേക്ക് മനുഷ്യൻ ചെന്ന് ചാടുന്നത് അതിന്റെ പിന്നിൽ ദുർമോഹങ്ങൾ ഗർഭം ധരിക്കുമ്പോഴാണ്. യാക്കോബിന്റെ ലേഖനത്തിൽ യാക്കോബ് നമ്മളെ ഇപ്രകാരം പഠിപ്പിച്ചു: മനുഷ്യൻ പാപം ചെയ്യുന്നത് എപ്പോഴാണ്? ദുർമോഹങ്ങൾ ഗർഭം ധരിച്ചാണ് മനുഷ്യൻ പാപത്തെ പ്രസവിക്കുന്നത്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച മനോഹരമായ കഥ പറഞ്ഞിരിക്കുന്നതിനോടൊപ്പം തന്നെ ഇപ്രകാരം സൂചിപ്പിച്ചു: മനുഷ്യനെ സൃഷ്ടിച്ചതോർത്ത് ദൈവം പരിതപിച്ചു. എന്താണ് അതിന്റെ കാരണം? അവന്റെ ചിന്തയും ഭാവനയും ദുഷിച്ചു പോയിരിക്കുന്നുവെന്ന് ദൈവം കണ്ടു. മനുഷ്യന്റെ ചിന്തയും ഭാവനയും ദുഷിച്ചു പോകുമ്പോൾ തന്നിലേക്ക്, തനിക്ക് വേണ്ടിയിട്ട് സ്വാർത്ഥതയിലേക്ക് ഇഷ്ടം പോലെ സാധനങ്ങൾ വാങ്ങിക്കൂട്ടി ആ സാധനങ്ങളിൽ ആഹ്ലാദിക്കുവാനായിട്ട്, അതിലേക്ക് ഹൃദയം അർപ്പിക്കുവാനായിട്ട് മനുഷ്യന് പ്രവണതയുണ്ടാവുകയാണ്. അവിടെയും തൃപ്തനാകാതെ വരുമ്പോൾ മദ്യത്തിലേക്ക്, ജഡികാസക്തികളിലേക്കൊക്കെ മനുഷ്യൻ ഊർന്ന് വീഴുകയാണ് ചെയ്യുക. നമുക്കറിയാം, സുവിശേഷത്തിൽ കർത്താവ് ധനികനായ ഒരു മനുഷ്യന്റെ കഥ നമുക്ക് പരിചയപ്പെടുത്തി. ആ മനുഷ്യൻ വന്ന് തന്റെ അറപ്പുരകളെയൊക്കെ നോക്കി കണ്ട് ഇഷ്ടം പോലെ തിന്നു കുടിച്ചോളുക, ആത്മാവെ നീ ഇഷ്ടം പോലെ ആസ്വദിച്ചു കൊള്ളുക, നിനക്ക് വേണ്ടതെല്ലാം ദൈവം ഇവിടെ തരപ്പെടുത്തി വെച്ചിരിക്കുന്നു എന്ന് ഈ സ്വന്തമായിട്ട് പറഞ്ഞ് അങ്ങനെ സന്തോഷിച്ച് ആഹ്ലാദിച്ച് ഉല്ലസിച്ച് പാടുമ്പോഴാണ് ഈ മനുഷ്യനോട് ദൈവം ഒരു ചോദ്യം ചോദിച്ചത്. എന്തായിരുന്നു ആ ചോദ്യം? ആ ചോദ്യം ഇതായിരുന്നു: ഇന്ന് രാത്രിയിൽ നിന്റെ ആത്മാവിനെ ഞാൻ നിന്നോട് ചോദിച്ചാൽ നീ എന്തെടുക്കും? ഇന്ന് രാത്രിയിൽ നിന്റെ ആത്മാവിനെ ഞാൻ നിന്നോട് ചോദിച്ചാൽ നീ എന്തെടുക്കും?
കുടുംബജീവിതം ധാർമ്മികതയുടെ ജീവിതമായി തീരുന്നത് കുടുംബത്തിൽ വസിക്കുന്ന വിശ്വാസികളായ സകല വ്യക്തികൾക്കും, കുടുംബമാകുന്ന വിശ്വാസ സമൂഹം ഒരേ മനസ്സോടുകൂടെ ഇതിന്റെ അപ്പുറത്തെ ജീവിതത്തിലേക്ക് നോക്കിയാണ് ജീവിക്കുക. എനിക്ക് ഈ ജീവിതത്തിന്റെ അപ്പുറത്ത് സ്വർഗരാജ്യത്തിലൊരു ജീവിതമുണ്ട്. ഈ സ്വർഗരാജ്യത്തിലേക്കുള്ള ജീവിതം നിത്യതയിലേക്കുള്ള ജീവിതം. അതുകൊണ്ടാണ് സങ്കീർത്തകൻ നമ്മളെ ഓർപ്പിച്ചത്, നിത്യതയെ കുറിച്ച് നീ ഓർക്കുകയാണെങ്കിൽ നീ പാപം ചെയ്യത്തില്ല. നിത്യതയെ കുറിച്ച്, ജീവിതാന്തത്തെ കുറിച്ച് ഓർക്കുകയാണെങ്കിൽ നീ പാപം ചെയ്യത്തില്ലെന്ന് പ്രഭാഷകൻ വീണ്ടും നമ്മളെ ഓർപ്പിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ധാർമ്മികതയുടെ അടിത്തറ എന്ന് പറയുന്നത് ഉള്ളിലുള്ള ഈ ദൈവികതയുടെ പ്രസരിപ്പും ഇതിന്റെ അപ്പുറത്ത് ദൈവത്തെ കാണാനുള്ള ഒരുക്കമാണ് ഈ ഭൂമിയിലെ ജീവിതം എന്നുള്ള തിരിച്ചറിവാണെങ്കിൽ മനുഷ്യന്റെ ജീവിതത്തിന് സാരമായ മാറ്റങ്ങൾ കൈവരും. ഈ മാറ്റങ്ങൾ കൈവരാത്ത ജീവിതങ്ങൾ നമ്മൾ ഇന്ന് കാണുകയാണ്. ഇന്ന് നമ്മുടെ കുടുംബങ്ങളിലേക്ക് തിരിയുമ്പോൾ ഒരുപാട് അന്ധത കുടുംബത്തിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത് നമ്മൾ കാണുകയാണ്. അടുത്ത കാലത്ത് എന്റെ അടുക്കലേക്ക് വളരെ പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയെയും കൊണ്ട് അവളുടെ മാതാപിതാക്കൾ എത്തിച്ചേർന്നപ്പോൾ ഈ മാതാപിതാക്കള് ഈ പ്രായപൂർത്തിയായ പെൺകുട്ടിയുടെ ഒരു പ്രശ്നം അവതരിപ്പിക്കുകയാണ്. പ്രശ്നം ഇന്ന് നമ്മൾ കേൾക്കുന്ന പതിവായിട്ടുള്ള പ്രശ്നമാണ്. ഈ പ്രായപൂർത്തിയായ പെൺകുട്ടിക്ക് ഒരു പുരുഷനോട് സ്നേഹമാണ്. അപ്പോൾ അവര് മാതാപിതാക്കൾ വന്നിട്ട് ഭയങ്കരമായിട്ട് വിഷമിച്ച് പ്രയാസപ്പെട്ട് പറഞ്ഞു, എന്റെ അച്ഛ, ഒരു കാലത്ത് നടക്കാൻ പാടില്ലാത്തതാണ് അച്ഛൻ, എങ്ങനെയെങ്കിലും ഇവരോട് പറഞ്ഞ് ഇതൊന്ന് മനസ്സിലാക്കണം. ഈ കുട്ടി പ്രായപൂർത്തിയായതാണ്, നല്ല ജോലിയുള്ള കുട്ടിയാണ്, നല്ല ശമ്പളം മേടിക്കുന്ന കുട്ടിയാണ്, സ്വന്തമായി ചിന്തിക്കാൻ കഴിവുള്ള കുട്ടിയാണ്, തീരുമാനമെടുക്കാൻ കഴിവുള്ള കുട്ടിയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ മാതാപിതാക്കളോട് ചോദിച്ചു, അത്ര പെട്ടെന്ന് ചാടിക്കേറി പറയാം, നമുക്ക് കുട്ടിയോടൊന്ന് സംസാരിക്കാം, അവൾ ഇത്രയും പ്രായമൊക്കെ ആയതല്ലേ. അപ്പൊ അവർ പറഞ്ഞു, അതൊന്നും അല്ലച്ചാ, വലിയ പ്രശ്നമാണ്, ഒന്ന് സംസാരിക്കുക. അപ്പൊ ഞാൻ ഈ കുട്ടിയെ വിളിച്ചു. ഈ കുട്ടിയെ അടുത്ത് വന്നു. കുട്ടിയോട് ഞാൻ ചോദിക്കാം, എന്ത് പറ്റി, എന്താ കാര്യം? പ്രിയപ്പെട്ടവരെ, ചോദിക്കുമ്പോഴല്ലേ ഈ കാര്യങ്ങളുടെ നിജസ്ഥിതി നമ്മളോട് പറയുക. ഈ കുട്ടിക്ക് 10-25 വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടിയാണെന്ന് ഓർമ്മിക്കുക. ഈ ജോലിയൊക്കെയുള്ള ഈ മിടുക്കിയായ കുട്ടി, ഈ ജോലിയൊക്കെയുള്ള വിശ്വാസമുണ്ടെന്ന് അവകാശപ്പെടുന്ന കുട്ടി, ദൈവത്തിൽ വിശ്വസിക്കുന്ന കുട്ടി, ദേവാലയത്തിൽ എത്തുന്ന കുട്ടി, കുർബാന സ്വീകരിക്കുന്ന കുട്ടി, ഇതെല്ലാമാണ് ഈ ആള് പറയുകയാണ്, എനിക്കൊരാളെ ഇഷ്ടമാണ്, ഞാൻ അയാളെ വിവാഹം കഴിക്കാൻ പോവാണ്, എന്റെ മാതാപിതാക്കൾ അതിനെ തടസ്സപ്പെടുത്തുകയാണ്. അപ്പൊ എന്താ അതിന്റെ പ്രശ്നം? അത് ആദ്യത്തെ പ്രശ്നം എന്ന് പറയുന്നത്, ഈ ആൾ അന്യജാതിയിൽപ്പെട്ട ഒരാളാണ്. രണ്ടാമത്തെ പ്രശ്നം എന്താണ്? രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്, ഞാൻ സ്നേഹിക്കുന്നയാൾക്ക് ഭാര്യയും 2 മക്കളും ഉണ്ട്. ഇതാണ് രണ്ടാമത്തെ പ്രശ്നം. അപ്പൊ ഞാൻ ചോദിച്ചു, ഭാര്യയും 2 മക്കളും ഉള്ളത് അങ്ങനെ സ്നേഹിക്കുകയും അങ്ങനെ ജീവിതത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നതിന് കുഴപ്പമൊന്നും ഉണ്ടെന്ന് നീ കരുതുന്നില്ല? എന്ത് കുഴപ്പം? എന്താണ് കുഴപ്പം? ആരാണ് പറഞ്ഞത് പറ്റത്തില്ലെന്ന്? എന്തുകൊണ്ടാണ് ഇത് പറ്റാത്തത്? അപ്പൊ നീ പഠിച്ച വിശ്വാസവും നീ വിശ്വസിക്കുന്ന ദൈവവും അവിടെ ഒന്നും നിനക്ക് യാതൊരു പ്രശ്നവും തോന്നുന്നില്ലേ? ഒരു പ്രശ്നവും തോന്നുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇതല്ലെങ്കിൽ പിന്നെ എന്താണ് അന്ധത? ഇപ്രകാരമാണ് മനസ്സിരിക്കുന്നതെങ്കിൽ ഇതല്ലാതെ എന്താണ് അന്ധത എന്ന് വിളിക്കുന്നത്? ഈ കുട്ടി വീണ്ടും എന്നെ നടക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റിലൂടെ പറഞ്ഞു. ഞാൻ ചോദിച്ചു, നീ ഇന്ന് പള്ളിയിൽ പോയായിരുന്നോ? പോയി. തമ്പുരാനിൽ വിശ്വസിക്കുന്ന നിനക്ക്, ഈശോ മിശിഹായുടെ വചനങ്ങളിൽ വിശ്വസിക്കുന്ന നിനക്ക്, ഈശോ ദൈവമാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഇത്രയും പറഞ്ഞപ്പോഴേ ഈ കൊച്ചു ചാടി തിരിച്ചു പറഞ്ഞു, ഈശോ ദൈവമാണെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, ഈശോ ദൈവപുത്രനാണെന്നല്ലേ ബൈബിളിൽ പറഞ്ഞേക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വാസം അതിന്റെ അടിത്തറയിൽ തന്നെ പ്രശ്നമായിരിക്കുകയാണ് ഈ കുട്ടിക്ക്. ഈ കുട്ടി പള്ളിയിൽ വരുന്ന കുട്ടിയാണ്. ഈ കുട്ടി വിശ്വാസമുണ്ടെന്ന് അവകാശപ്പെടുന്ന കുട്ടിയാണ്. കുടുംബത്തിന്റെ ധാർമ്മികതയിൽ എന്തുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായെന്നും ചിലപ്പോഴൊക്കെ മാതാപിതാക്കൾ പറയാറില്ലേ, എന്റെ അച്ഛ, എന്ത് കുഴപ്പമുണ്ടായിട്ടാ എന്റെ കുഞ്ഞിനിങ്ങനെ വന്നേക്കുന്നത്? ഞങ്ങൾ പ്രാർത്ഥിക്കാഞ്ഞിട്ടാണോ? ഞങ്ങൾ സ്നേഹിക്കാഞ്ഞിട്ടാണോ? ഞങ്ങൾ വിശ്വസിക്കാഞ്ഞിട്ടാണോ? എന്തുകൊണ്ട് നമ്മുടെ മക്കൾ ഇങ്ങനെ ആയി പോകുന്നു എന്നുള്ള ചോദ്യം നമ്മൾ ചോദിക്കുന്നു. ഇതിനൊരു ഉത്തരം കണ്ടെത്തിയേ പറ്റുള്ളൂ. എവിടെ ചെന്നാണ് ഇതിന് ഉത്തരം കണ്ടെത്തേണ്ടത്? പ്രിയപ്പെട്ടവരെ, ഇതിന്റെ ഒരു ഉത്തരം മറ്റൊന്നുമല്ല. ഒരു തരത്തിൽ നാം എല്ലാവരും ഇതിന് ഉത്തരവാദികളാണ്. എല്ലാവരും ഉത്തരവാദികളാണ്. മാതാപിതാക്കളെ മാത്രമായി ഉത്തരവാദിത്വം പറഞ്ഞ് പുരോഹിതനെ മാത്രമായി ഉത്തരവാദിത്വം പറഞ്ഞ് മാതാപിതാക്കൾക്കോ മാറി നിൽക്കാൻ പറ്റില്ല. കാരണം സഭയിലെ വളർച്ച നമ്മുടെ കൂട്ടുത്തരവാദിത്വത്തിന്റെ വളർച്ചയാണ്. ഈ കൂട്ടുത്തരവാദിത്വത്തിന്റെ വളർച്ചയിൽ ഉണ്ടായ പരാജയം എന്താണ്? ഒരു പരാജയം ഉണ്ടായി എന്ന് നാം ഇന്ന് സമ്മതിക്കണം. കാരണം പലപ്പോഴും
കുഞ്ഞുങ്ങളെ സ്നേഹിക്കാതെ വിശ്വസിപ്പിക്കാൻ നാം നിർബന്ധിക്കുകയാണ്. സ്നേഹിക്കാതെ വിശ്വസിപ്പിക്കാൻ നാം നിർബന്ധിക്കുകയാണ്. കുഞ്ഞുങ്ങളെ വിശ്വാസം പഠിപ്പിക്കാൻ നാം ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവൻ ആരിലാണ് വിശ്വസിക്കേണ്ടത്?